കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ റിസൾട്ടാണ് കേരളമെമ്പാടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായത്. തിരുവനന്തപുരത്തിൻ്റെ ഭാഗങ്ങൾ തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടത് കോട്ടകളെ പൊളിച്ചെഴുതി എല്ലാ മേൽക്കോയ്മകളെ അവസാനിപ്പിച്ച് എല്ലാ കള്ള സഖ്യങ്ങളെയും തുറന്നു കാണിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDF-നൊപ്പം നിന്നിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശ്രീ പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്താണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും എതിരായിട്ടുള്ള കേരള ജനതയുടെ അതിശക്തമായ വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 504-ലധികം പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങൾക്കറിയാം, മുനിസിപ്പാലിറ്റികളിൽ 54-ലധികം മുനിസിപ്പാലിറ്റികളിൽ UDF-ന്, കോർപ്പറേഷൻ CPM-ന്റെ കുത്തകയായിരുന്ന കോർപ്പറേഷനുകൾ പോലും പൊളിച്ചെഴുത്തുന്ന തരത്തിലുള്ളൊരു വിധിയെഴുത്ത്. ജില്ലാ പഞ്ചായത്തിലേക്കും വലിയ കുതിച്ചുചാട്ടം ഐക്യജനാധിപത്യ മുന്നണിക്കിപ്പോൾ നമ്മളീ നിൽക്കുന്ന കോഴിക്കോട് പോലും അവസാനത്തെ ചിരി നമ്മുടേതായിരിക്കും എന്നുള്ള തരത്തിൽ ചില സൂചനകൾ DCC പ്രസിഡന്റ് നൽകുന്നുണ്ട്. അതിൻ്റെ കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടപടലും ഇവർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു ജില്ലയിലല്ല, ഏതെങ്കിലും ഒരു സെക്ടറിലല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഏരിയയിലല്ല, എല്ലായിടങ്ങളിലും വലിയ മുന്നേറ്റം UDF-നുണ്ടായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് പറഞ്ഞത്, അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ജനങ്ങളുടേതാണ് എന്ന് അവരെയും ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യത്തിലെ ഉടയോൻ ജനങ്ങൾ തന്നെയാണ് എന്ന് എല്ലാവരെയും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഈ വിധിയെഴുത്തിന് കേരളത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകൻ്റെയും പേരിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരിൽ, KPCC-യുടെ ഒരു ചുമതല ഉള്ള ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലക്ക് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലൊട്ടും അഹങ്കരിക്കാതെ, തെല്ലും അഹങ്കാരം ബാധിക്കാതെ കൂടുതൽ വിനയത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരാഗ്രഹിക്കുന്നത് ഈ മാറ്റം കൊണ്ട് നിൽക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. 2026-ലേക്കുള്ള ഇന്ധനമാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ MP ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ ആവർത്തിച്ചുകൊണ്ട് UDF-ന്റെ നേതൃത്വം തങ്ങളും കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെ പറഞ്ഞ് 2026-ലേക്ക് കൂടുതൽ ഒരുമയോടെ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതിന് ജനം തന്ന ഇന്ധനമായി ഈ വിജയത്തെ കാണും. ഇതിലൊരു UDF പ്രവർത്തകനും അഹങ്കരിക്കില്ല. ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ, കൂടുതൽ ഡീപ്പായി ജനങ്ങൾക്കിടയിലുണ്ടാവും. KPCC ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ മുന്നൊരുക്കങ്ങൾക്കും ഉണ്ടായിട്ടുള്ളൊരു പോസിറ്റീവ് റിസൾട്ടിന് KPCC-യുടെ പേരിലും ജനങ്ങളോട് നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്ലാനുകളെ കൃത്യമായി താഴെത്തട്ട് വരെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ KPCC-യുടെ ഭാരവാഹികൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, വാർഡിലെ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത സജീവമായ താല്പര്യത്തെ, മുന്നൊരുക്കങ്ങളിൽ സജീവമായി എടുത്ത താല്പര്യത്തെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. UDF ഒരു ടീമായി ഈ കാര്യത്തിൽ നടത്തിയ എല്ലാ ഇടപെടലുകളും പോസിറ്റീവായി മാറുകയായിരുന്നു. AICC ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ ശ്രീ KC വേണുഗോപാൽ MP-യുടെ നേതൃത്വത്തിൽ നൽകിയ സപ്പോർട്ട്, അത് പറയാവുന്നതിനപ്പുറം കരുത്ത് എല്ലാ ഘട്ടങ്ങളിലും. ഒരു ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ AICC നടത്തുന്ന ഇടപെടലിൻ്റെ എല്ലാ പരിമിതികളെയും മറികടന്ന് കേരളത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യത. രാഹുൽ ഗാന്ധിയുടെ തന്നെ വാക്കുകൾ, പാർട്ടിയിലെ ചില പ്രയാസങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്ന മാറ്റം അവിടെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് തുല്യമായിരിക്കും. അത് ഞാൻ അനുവദിക്കില്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്തമാണ്, അവിടെ അനിവാര്യമായ മാറ്റം ഉണ്ടാക്കണമെന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് രാഹുൽ ഗാന്ധി. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ KPCC-ക്ക് AICC നൽകിയിട്ടുള്ള ഒരു സപ്പോർട്ട്. പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് വഹിച്ച നേതൃപരമായ പങ്ക് എല്ലാ DCC-കളായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിലും താഴെത്തട്ടിലെ കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിനും പൊളിറ്റിക്കലി പ്രസ്ഥാനത്തിൻ്റെ സ്റ്റാൻഡ് പറയുന്ന കാര്യത്തിലും എല്ലായിടത്തും ഓടിയെത്തി നേരിട്ട് തന്നെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിലും അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു കഠിനാധ്വാനം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇൻ ആൻഡ് ഔട്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം UDF-ന്റെ വിജയത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കഠിനാധ്വാനം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാത്തിൻ്റെയും ഒരു സപ്പോർട്ട് പില്ലറായി പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ
ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങളുടെ നേതൃത്വം, കെ മുരളീധരൻ, ഏത് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച എല്ലാ ലീഡർഷിപ്പും വളരെ എഫക്റ്റീവായ കാര്യങ്ങൾ നിറവേറ്റിയതിൻ്റെ പേരിലുണ്ടായ വിജയമാണ്. UDFൻ്റെ ഘടകകക്ഷികളും നേതൃത്വവും, മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ തന്നെ അതിശക്തമായ വിജയത്തിന് ഇന്ധനം പകർന്ന് മലബാറിൽ പ്രത്യേകിച്ചും അവരുടെ ഈ കോട്ടകൾ പൊളിയുന്ന കാര്യത്തിലൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇതൊരു വലിയൊരു കൂട്ടായ്മയുടെ, ജനങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മയുടെ കാര്യങ്ങൾ നോക്കിക്കണ്ടതിൻ്റെ വിജയമാണ്. അവർക്ക് എല്ലാവർക്കും നന്ദി അഭിവാദ്യം അറിയിക്കുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും തെരഞ്ഞെടുപ്പ് റിസൾട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെയാണ്. കോഴിക്കോടിന് എത്രയോ കാലമായി CPMന് കൊടുത്ത അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്ന് തന്നെ പറയാം. MLAമാരുടെ കാര്യത്തിൽ, കോർപ്പറേഷൻ്റെ കാര്യത്തിൽ, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, പഞ്ചായത്തുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അൺകണ്ടീഷണൽ സപ്പോർട്ട് കോഴിക്കോട്ട് CPMന് കൊടുത്ത ജനങ്ങൾ ആ സപ്പോർട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ച് കോഴിക്കോട്ടെ ജനത എടുത്തു വെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ് അത് വളരെ പ്രോഗ്രസീവാണ്, വളരെ പോസിറ്റീവാണ്. കോഴിക്കോട്ടെ ജനങ്ങൾക്കാണ് ഇവിടുത്തെ റിസൾട്ടിൻ്റെ ഒന്നാമത്തെ ക്രെഡിറ്റ്. അതിനോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനവും KPC ഭാരവാഹികളും അവരെല്ലാവരും നടത്തിയൊരു മുന്നൊരുക്കത്തെ, ഞാനിവിടെ വടകരയിൽ സ്ഥാനാർത്ഥിയായൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിലെ ഒരുക്കങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ജില്ലയിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF നേതൃത്വം പലപ്പോഴും ഒറ്റക്കെട്ടായിട്ട് ഈ DCC ഓഫീസിലും ലീഗ് ഓഫീസിലും ഒക്കെ രാത്രി ഏറെ വൈകിയും നടക്കുന്ന ചർച്ചകളിൽ വലിയ പൊട്ടിത്തെറികളൊന്നുമില്ലാതെ സീറ്റ് ധാരണകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, പരസ്പരം വിട്ടുവീഴ്ച നേർ കാര്യത്തിൽ ജില്ലയിലെ ലീഗ് നേതൃത്വം ഉൾപ്പെടുന്ന UDF നേതൃത്വം, UDFൻ്റെ ജില്ലാ നേതൃത്വം എടുത്തിട്ടുള്ള ഒരു പങ്ക്, കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ MK രാഘവൻ, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ കോർപ്പറേഷൻ ഏരിയയിൽ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള പങ്ക്, ഇതൊക്കെ ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇനി ഉറപ്പിച്ചു പറയുന്നു, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കൂടിയാണ് ഈ റിസൾട്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു കണ്ടിന്യൂറ്റി വന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് നിന്ന് അനിവാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വിടാം. എന്നെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ ജനങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും വടകരയിലുണ്ടായ ചരിത്ര വിജയത്തിന് വടകരയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും അവർ UDFൽ അർപ്പിച്ച വിശ്വാസത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. വടകരയിൽ ചരിത്ര മുന്നേറ്റമാണ് പല പഞ്ചായത്തുകളിലും ഉണ്ടായത്. ഇപ്പം 2-2.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രം തിരുത്തിയ പഞ്ചായത്തുകൾ മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കുക. പുറമേരി UDF ജയിക്കും എന്നാരും എളുപ്പത്തിൽ വിചാരിക്കുന്ന ഒരു പഞ്ചായത്തല്ല. മണിയൂർ CPMൻ്റെ ഒരു ശക്തി കേന്ദ്രവും ഈറ്റില്ലവുമായി കണക്കാക്കപ്പെടുന്ന പഞ്ചായത്ത്. പിന്നെ ചക്കിട്ടപ്പാറ നിങ്ങൾക്കറിയാം, കായക്കൊടി നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള പഞ്ചായത്തുകൾ 20-25 വർഷത്തെ ചരിത്രം, പ്രത്യേകിച്ച് പേരാമ്പ്ര ഉൾപ്പെടെ, ഞാൻ പറയുമ്പോൾ പേരാമ്പ്ര ഉൾപ്പെടെ, പേരാമ്പ്രയിലും ചേമഞ്ചേരിയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 2-2.5 പതിറ്റാണ്ട് വർഷത്തെ, കായക്കൊടി ഉൾപ്പെടെ വർഷത്തെ ചരിത്രമാണ് ജനങ്ങൾ തിരുത്തി എഴുതിയിട്ടുള്ളത്. പേരാമ്പ്രയിലെ കാര്യം പറയുകയാണെങ്കിൽ പേരാമ്പ്ര പഞ്ചായത്ത് 25 വർഷം, കൂത്താളി പഞ്ചായത്ത് 10, 20, 25 വർഷം, ചക്കിട്ടപ്പാറ 20, 25 വർഷം, അതുപോലെ തന്നെ ചെറുവണ്ണൂർ പഞ്ചായത്ത് നിലനിർത്തുന്നു, ചങ്ങരോത്ത് ശക്തമായി തിരിച്ചു പിടിക്കുന്നു, തുറയൂർ തിരിച്ചു പിടിക്കുന്നു, പരാജയപ്പെട്ട നൊച്ചാട് പോലും ഒരു മെമ്പർ ഉണ്ടായിരുന്നിടത്ത് 6ഉം 7ലേക്കും എത്തുന്നു, വിജയത്തിലേക്ക് മേപ്പയൂർ 1-2 മെമ്പർമാരുള്ളതിന് 6ലേക്ക് എത്തുന്നു, വിജയത്തോളം എത്തുന്ന തരത്തിൽ അരിക്കുളം ഞങ്ങളുടെ ഏറ്റവും വീക്കായിട്ടുള്ള സ്ഥലമെന്ന് കണക്കാക്കപ്പെടുന്നിടത്ത് പോലും 6ഉം 7ഉം സീറ്റിലേക്ക്, 1-2 7 സീറ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ കാര്യം, അഴിയൂർ RMP സ്ഥാനാർത്ഥി TPയുടെ ഘാതകരെ തുറന്നു വിടാവോ എന്നുള്ള ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു നിങ്ങൾ നോക്കുക. ചോറോട് ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് വിധിയെഴുത്തിയെടുത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആ സീറ്റ് പിടിച്ചെടുക്കുകയാണ്. മേപ്പയൂർ ഡിവിഷൻ ചരിത്ര ഭൂരിപക്ഷത്തിനാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വരുന്നത്. അരിക്കുളത്ത് പോലും നെട്ടുനക്കാണെന്ന് ഇപ്പം ജയിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നു, ഞങ്ങൾക്ക് എഴുതി കൊടുത്തതല്ല. പയ്യോളി അങ്ങാടി ഡിവിഷനിൽ, നാദാപുരത്ത്, ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ പോലെല്ലാം ആ വടകര മേഖലയിലെ ജനങ്ങൾ വ്യാജ പ്രചരണങ്ങൾക്കും കള്ളപ്രചരണങ്ങൾക്കും അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും എതിരായിട്ടുള്ള ലോക്സഭാ പാറ്റേണിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ജനവിധി വീണ്ടും ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ വിശ്വാസത്തെ, അതിനെ നിലനിർത്തുന്ന തരത്തിൽ
ഞങ്ങൾ തീർച്ചയായിട്ടും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളും ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ പരാജയപ്പെട്ട കൊയിലാണ്ടി നഗരസഭയിൽ പോലും ഒരു സീറ്റ് മാറിയിരുന്നെങ്കിൽ ചിലപ്പം തൈയായി വന്നേക്കാവുമായിരുന്ന ഒരവസരം, ഒരു ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്തൊരവസരം. കൊയിലാണ്ടി ഇതുവരെ ഞങ്ങൾ ജയിക്കാത്തൊരു മുനിസിപ്പാലിറ്റി. ഇനി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് വിജയത്തോളം പോകുന്ന ഒരു റിസൾട്ട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോഴിക്കോട്ടെ കോർപ്പറേഷനിലേത് അത് ചിട്ടയായിട്ടുള്ള പ്രവർത്തനം, കഠിനാധ്വാനം കൊണ്ട് UDF ഒരുമ കൊണ്ടുണ്ടാക്കിയ റിസൾട്ടാണ്. ഈ കോർപ്പറേഷൻ ഭരണത്തിൽ ഇപ്പോൾ CPM തുടരുന്നത് ഒരുതരം സാങ്കേതികത്വത്തിന്റെ പേരിലാണ്. ഒന്ന്, അവരുടെ തുടർച്ചയ്ക്ക് വേണ്ടി എങ്ങനെ ഈ കോർപ്പറേഷന്റെ സീറ്റുകൾ BJPക്ക് അനുകൂലമായി വെട്ടിമുറിക്കാമെന്ന് CPM നടത്തിയ റിസർച്ചാണ് BJPയെ ഇവിടെ ഇങ്ങനെ എത്തിച്ചത്. തിരുവനന്തപുരത്തും അതേ പാറ്റേൺ ആണ് കാണുന്നത്. BJPക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടത്തിന് നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിയോടല്ല, ശ്രീ പിണറായി വിജയനോടാണ് BJP നേതൃത്വം നന്ദി പറയേണ്ടത്. അതുപോലെയാണ് കോർപ്പറേഷനിൽ ഞങ്ങളുടെ സീറ്റുകൾ ഞങ്ങൾ അവിടെ മെച്ചപ്പെടുത്തി, തിരുവനന്തപുരത്ത് ഞങ്ങൾ മെച്ചപ്പെടുത്തി. ഇവിടെ ഈ സീറ്റുകൾ, നിങ്ങൾ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകരാണല്ലോ, ഈ സീറ്റുകൾ ഇത്ര BJPക്ക് വരുന്ന തരത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ സീറ്റുകളെ ഇവർ കീറി മുറിച്ചിട്ടുള്ളത് എന്നുള്ളൊരു പരിശോധന നിങ്ങൾ നടത്തി നോക്കുക. അപ്പോൾ ഇത് വിജയത്തോളം പോകുന്ന ഒരു പോരാട്ടം റിസൾട്ട് തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ UDFനുണ്ടായിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. തരാതരം പോലെ വർഗീയത, ഇപ്പം UDFന്റെ മേലെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇപ്പം അഴിയൂർ പഞ്ചായത്തിലെ ഒരു സീറ്റിൽ LDF സ്ഥാനാർത്ഥിക്ക് SDPI ജയിച്ചൊരു വാർഡിൽ LDF സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നത് 7 വോട്ടാണ്, വെറും 7 വോട്ട്. അവിടെ ബ്ലോക്കിലേക്കും വാർഡിലേക്കും ഇത്തരത്തിലുള്ള പല അഡ്ജസ്റ്റ്മെന്റും തരാതരം പോലെ CPM നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ പരാജയപ്പെടുന്ന റിസൾട്ടാണ് കോഴിക്കോട് ജില്ലയിലുണ്ടായത്. അപ്പോൾ ഈ റിസൾട്ടിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ജനങ്ങൾക്കും UDFനും നൽകുന്നതിന് പകരം അതിനെ വേറെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുമായിട്ടോ BJP ആയിട്ടൊന്നും കൂട്ടിക്കെട്ടാൻ കഴിയില്ല. കാരണം അവരുമായിട്ടൊക്കെയുള്ള ധാരണകൾ ഫീൽഡിൽ ഉണ്ടാക്കിയത് CPM തന്നെയാണെന്ന് വെളിപ്പെടുന്ന റിസൾട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ തിരിച്ചുവരവിൻ്റെ നാന്ദിയാണ് കുറിച്ചിരിക്കുന്നത്. കേരളം അനിവാര്യമായും ആഗ്രഹിക്കുന്ന 26-ലെ മാറ്റത്തിന് ഈ റിസൾട്ട് കരുത്തു പകരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ സർക്കാരിനെതിരായ പ്രചരണങ്ങൾ ശബരിമല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തു. ഏത് ഫാക്ടറാണ് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കരുതുന്നത്? ശബരിമല ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. മുഖ്യമന്ത്രി ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാവില്ല എന്ന് പറയുന്നത് ധിക്കാരപരമായ സമീപനമായിരുന്നു. കാരണം ഒരു സർക്കാർ സംവിധാനം അത് നേരിട്ട് അയ്യന്റെ സ്വർണം കവർന്നത് നോക്കി നിന്ന് അത് മൂടി വെച്ച് മറച്ചു വെച്ച് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നത് വരെ അത് പുറത്തു പോലും അറിയാതെ കാത്ത അവരുടെ ജാഗ്രത പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശബരിമല ഒരു ഫാക്ടർ തന്നെയാണ്. രണ്ടാമത്, ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെന്റ്, ഞാൻ ശബരിമല ഫാക്ടർ എന്ന് പറയുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ഫാക്ടർ മാത്രമായിട്ട് കരുതരുത്. ശബരിമലയിൽ അമ്പലക്കള്ളന്മാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞവരിൽ കേരളത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഗവൺമെന്റിന്റെ ആ സമീപനത്തിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവർ വിശ്വാസം അർപ്പിച്ചത് UDFൽ തന്നെയാണ്. പിന്നെ ജനകീയ പ്രശ്നങ്ങളിലുള്ള ഈ ഗവൺമെന്റിന്റെ നിലപാട്, അവരൊരു പക്ഷേ കോവിഡ് കാല ഓർമ്മകളുടെ പേരിലായിരിക്കും ലാസ്റ്റ് മിനിറ്റ്, അതാണിന്ന് MM മണിയുടെയൊക്കെ പ്രസ്താവന കൊണ്ട് വ്യക്തമാക്കുന്നത്. AKG സെന്ററിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ, ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ് ശ്രീ MM മണിയുടെ വാക്കുകൾ. സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത്, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് സർക്കാർ. ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയൊന്നും അല്ല, ജനങ്ങളുടെ പൈസയാണത്. അതും മറന്നുകൊണ്ടുള്ള ഇവരുടെ ഭരണകൂട ധിക്കാരവും അഹങ്കാരവും, അധികാരം തലക്കടിച്ച പെരുമാറ്റം, അത് റാങ്ക് ആൻഡ് ഫയലിൽ കംപ്ലീറ്റ് ഉണ്ടാവുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ആൾ തൊട്ട് താഴെ തട്ട് വരെ അങ്ങനെ ജനങ്ങളോട് പെരുമാറാൻ തുടങ്ങുകയാണ്. ഇപ്പം ലാസ്റ്റ് മിനിറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ അത്രയേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ എന്നവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, സാധാരണക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. വാങ്ങി സാപ്പാട് അടിക്കാൻ കൊടുത്താൽ അപ്പം തിരിഞ്ഞ് വോട്ട് കുത്തുന്നവരാണെന്ന് അവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ പ്രസ്താവനയുടെ കാര്യം. അപ്പോൾ ആ ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഉൾപ്പെടെ ഇവിടുത്തെ പോലീസിങ്ങിൻ്റെ, ഇവിടുത്തെ അഴിമതിയുടെ, സാമ്പത്തിക രംഗത്തെ, തീരദേശ പ്രശ്നങ്ങളെ, മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ, വികസന പ്രശ്നങ്ങൾ, തെരുവുനായയുടെ മാലിന്യ പ്രശ്നം ഉൾപ്പെടെ ലോക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങൾക്കുള്ള അവരുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടത്. അത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വിജയം തന്നെയാണ്. അൾട്ടിമേറ്റ്ലി കേരള വിജയം നിങ്ങൾക്ക് ഉണ്ടായപ്പോഴും
BJP വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു റോളിലേക്ക് വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിലേക്ക് എത്തുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ അവർ 7 ഉണ്ടായിരുന്നതിൽ നിന്നും ഇരട്ടിയിലോ അടുത്തോളം വരുന്നു. ഇത് ഒരു അപകടകരമായ സൂചനയാണല്ലോ. അതിനെ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത്? അതല്ല, അതൊരു സ്റ്റേറ്റ് വൈഡ് പ്രതിഭാസമല്ല. അത് സി പി എം ചില ഇടങ്ങളിൽ എന്നുവെച്ചാൽ BJPക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള 1-2 ഇടങ്ങളിലെ അഡ്വാൻറ്റേജിന് മറുപടി പറയേണ്ടത് CPM ആണ് യഥാർത്ഥത്തിൽ. കോഴിക്കോട് കോർപ്പറേഷന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ തവണത്തെ ഇവിടുത്തെ സീറ്റിന്റെ പുനർനിർണയവും ഇത്തവണ CPM നേതൃത്വം എങ്ങനെയാണ് സീറ്റുകളെ പുനർനിർണയിച്ചത്, വോട്ടുകൾ എവിടെയൊക്കെ ചേർത്തിയിട്ടുണ്ടെന്നുള്ള പരിശോധന നിങ്ങൾ നടത്തിക്കോ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കണ്ട, നിങ്ങൾ നടത്തിക്കോ. അവർ ജയിച്ച ഇപ്പൊ ചാലപ്പുറത്ത് BJP ആണ് ജയിച്ചെന്ന് പറഞ്ഞല്ലേ കോഴിക്കോട് കോർപ്പറേഷനിൽ. അവിടെ CPM LDF സ്ഥാനാർത്ഥി എത്രാം സ്ഥാനത്താ? കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെ. അതാണ് സീറ്റിനെ, യെസ്, അവിടെയാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിനെ BJPക്ക് വേണ്ടി മുറിച്ചു കൊടുത്തതാണ് CPM. BJPയുടെ സീറ്റ് ഇവിടെ കൂടിയിട്ടാണെങ്കിലും ഇവിടെ UDFനെ പരാജയപ്പെടുത്തിയെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ CPM ആഗ്രഹിച്ചു എന്നുള്ളതിന്റെ, നിങ്ങൾ ആ സീറ്റ് വെട്ടിമുറിച്ചതിൽ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതിന്റെ കണക്ക് വേണമെങ്കിൽ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാം. അല്ല, ഞാൻ പറയുന്നത് 4ാം സ്ഥാനത്തേക്ക് LDF പോകുന്നത് അതിന്റെ കാരണം എന്താ? BJP മുന്നോട്ട് വരുന്നത് കോൺഗ്രസ് വിമതനപ്പുറത്തേക്കല്ലല്ലോ. തിരുവനന്തപുരത്തും അതാ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തും നഷ്ടം CPMനാണ്. CPM വരുത്തുന്ന നഷ്ടം അവിടെ BJPക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുണ്ടായത്. ഞങ്ങൾ അവിടെ മെച്ചപ്പെടുത്തുക ചെയ്തത്. ഇപ്പോൾ BJP വിജയത്തിന് ഇപ്പോൾ നേമത്ത് K മുരളീധരൻ പരാജയപ്പെട്ടെങ്കിൽ അവിടെ അക്കൗണ്ട് പൂട്ടിച്ചത് അദ്ദേഹമാണ്, നമുക്കറിയാം. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ പരാജയപ്പെട്ടുവെങ്കിൽ പോലും BJP വളർച്ചയ്ക്ക് ഞങ്ങളൊരു കാരണമായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ BJPക്ക് 1-2 സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വർധനവിന്റെ റീസൺ അന്വേഷിച്ചെന്നാലും അതിന് BJP നന്ദി പറയേണ്ടതും ജനങ്ങളോട് മറുപടി പറയേണ്ടതും രണ്ടും CPMനോടായിരിക്കുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി CPM സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ CPMന്റെ ക്യാമ്പിന് കൂടുതലും രാഹുൽ മാങ്കൂട്ടത്ത് വിഷയത്തിലും ആ വിഷയത്തിൽ ഷാഫി തന്നെ നേരിട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി വിഷയം ഉന്നയിച്ചിരുന്നു. ഇത് രണ്ടും ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ് 100%. കാരണം 1-2 ഇപ്പം ഒരു കാര്യം, ഇപ്പം ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിലൊക്കെ അവർ തന്നെ കേരളത്തിൽ മുമ്പെടുത്തിരുന്ന സ്റ്റാൻഡ് കേരളത്തിലെ ജനങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ. അവർക്ക് അനുകൂലമാവുന്നവർ മുഴുവൻ നല്ലവരും, ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് അനുകൂലം, അത് ജമാഅത്ത് ഇസ്ലാമി എന്നല്ല CPM പൊതുവെ എടുക്കുന്നത്. ഇപ്പം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും മാണി സാറെ സംബന്ധിച്ചൊക്കെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരുന്നു. ശ്രീ MP വീരേന്ദ്രകുമാറിനെ പറ്റി പോലും എന്തൊക്കെയാണ് അവരടക്കം പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ പിന്നെ പകലിന് രാത്രിയാണെന്ന് പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുമെന്ന് അവരെല്ലാം ധാരണയുണ്ടെങ്കിൽ അതൊന്നുമല്ല. ജനങ്ങൾ യുക്തിപരമായിട്ട് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയായിരുന്നു ഇത്തരം വിഷയങ്ങൾ അവർ മറയാക്കി സൂക്ഷിച്ചത്. ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ചയാവാതിരിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഈ റിസൾട്ട്. വളരെ ആ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളും ആ പദവിക്ക് നിരക്കാത്ത വാക്കുകളുമാണ് തെരഞ്ഞെടുപ്പ് ദിവസം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയത്. അതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള തിരിച്ചടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായത് ആ ദിവസങ്ങളിൽ രാഹുലിന്റെ വരവ് ഇതൊക്കെയായിരുന്നു. ആ വിഷയം തീരെ ക്ലച്ച് പിടിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ. വാർത്തയായത് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. അതാ ഞാൻ പറഞ്ഞു, വാർത്തയായത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ. ആ വിഷയത്തിൽ പോലും കോൺഗ്രസ് ധീരമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ലേ? കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് ആ വിഷയത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടില്ലേ, നിലപാടെടുത്തിട്ടില്ലേ? അപ്പം ജനങ്ങൾ അതെല്ലാം പരിശോധിച്ചിട്ട് തന്നെയാണ് ജനങ്ങൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഒന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോക്കായിരിക്കും. അവർ വിചാരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹാൻഡിലിങ്ങിൽ M.M. മണിയുടെയൊക്കെ വാക്കെടുത്താൽ വാങ്ങി ചാപ്പാടടിക്കാൻ കൊടുത്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ അതോടുകൂടി ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞൊന്ന് കുത്തിക്കോളും എന്നൊക്കെയുള്ള ഒരു ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയ ഭരണ നേതൃത്വവും സർക്കാരുമാണ്. ഇനി ഒരു കാര്യം, CPM പ്രവർത്തകരോടും സാധാരണ പ്രവർത്തകരോട് ഈ സർക്കാരിൻ്റെ ചെയ്തികളെ ബാലറ്റിലൂടെ ചോദ്യം ചെയ്ത സാധാരണ പ്രവർത്തകർ വടകര പ്രദേശത്തൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ പിന്നെ 4 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഒറ്റയടിക്ക് ഇത്രയും പഞ്ചായത്തുകൾ തിരിഞ്ഞു വരണമെങ്കിൽ അതിൽ കുറച്ചൊക്കെ അവരുടെ വോട്ടുണ്ടാവും, അത് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സർക്കാരിൻ്റെ ചെയ്തികളെ ബാലറ്റിലൂടെ ചോദ്യം ചെയ്ത അവർക്ക് ചിലപ്പോൾ അവരുടെ പാർട്ടിയോട് സ്നേഹം ഉണ്ടാവും. പക്ഷെ ഭരണത്തിലിരിക്കുന്നവർക്ക് സർക്കാരിനോട് മാത്രമാണ് സ്നേഹം എന്ന് മനസ്സിലായപ്പോൾ, അധികാരത്തോട് മാത്രമാണ് സ്നേഹം എന്ന് മനസ്സിലായപ്പോൾ അതിനെ തിരുത്താൻ ഇറങ്ങിയ ചില CPM പ്രവർത്തകരൊക്കെ ഉണ്ടാവും, അനുഭാവികളൊക്കെ ഉണ്ടാവും. അവരെ കാര്യം മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വടകര റീജിയണിലൊക്കെ
അങ്ങനെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. 3.0 എന്ന് അവരെവിടെയെല്ലാം എഴുതി കാണിച്ചിട്ടുണ്ടോ അത് ഞങ്ങളെ വല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുണ്ട്. ആ പ്രചരണത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകരുത് എന്നുള്ള അഭ്യർത്ഥന കൂടെ ഞങ്ങളിപ്പം വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് അവർ നടത്തും തോറും ജനങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ചെയ്യും. ഞങ്ങളെ കുറച്ച് ചീത്തയൊക്കെ പറയും, നിങ്ങൾ കുറച്ചും കൂടെ നേരാവണം, കുറച്ചും കൂടെ രംഗത്തിറങ്ങണം, കുറച്ചും കൂടെ സജീവമാവണമെന്ന് ഞങ്ങളെ കുറച്ച് ചീത്തയൊക്കെ ജനങ്ങൾ പറയും. ഷാഫി, സാധാരണ UDF-ന്റെ ഒരു പ്രധാന പ്രശ്നം ഒരു വിജയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കില്ല. അപ്പം പഞ്ചായത്തിൽ നല്ല ഗംഭീരമായി വിജയിച്ചു, ഇനിയിപ്പം വീട്ടിൽ പോയിരിക്കും, അത് കഴിഞ്ഞ് അസംബ്ലിയിൽ തോൽക്കുന്നതാണ് നമ്മൾ പൊതുവെ കണ്ടൊരു ചരിത്രം. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ എന്ത് ജാഗ്രത? അല്ല, അതിപ്പോ ഒരു അങ്ങനെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ജയിച്ചു നിൽക്കുമ്പോൾ പോലും അതിന്റെ ഒരു ഗ്രേസ്, ആ ഗ്രേസ് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തതിന് പകരം ചെറുതായിട്ടുള്ള ഒരു CPM വാദം അതിനകത്തുണ്ട്. ഞങ്ങൾ തൃക്കാക്കര ജയിച്ചപ്പോൾ, ഞാൻ പറയാം, ഞങ്ങൾ തൃക്കാക്കര ജയിച്ചപ്പോൾ പറഞ്ഞു അത് സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പുതുപ്പള്ളി ജയിച്ചപ്പോഴും പറഞ്ഞു അത് സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ടാണ്. അതിൻ്റെ ശേഷം ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അപ്പോൾ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം ഞങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതിൻ്റെ മുമ്പ് ഞങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഞങ്ങൾ തോറ്റ നിലമ്പൂർ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അപ്പം ഞങ്ങൾ കുറച്ചായിട്ട് ഓരോ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പണിയെടുത്ത് ജയിപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര വലിയ വിജയം ഉണ്ടാവുമെന്നുള്ളത് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. യെസ്, അപ്പോൾ നിങ്ങളുടെ അത്തരം എക്സ്പെക്ടേഷൻസിനെ മറികടക്കുന്ന പ്രകടനം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്കൊപ്പം നിന്ന് UDF നേടും. അപ്പോൾ അത്തരം ഒരു പെർസെപ്ഷൻസിനെ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ UDF നേതൃത്വവും സഹപ്രവർത്തകരും ഇനിയിപ്പം ഉണ്ടാകാൻ പോകുന്നത്, ഇപ്പം ചെറിയ എന്തെങ്കിലും ഒരു വാർത്തയോ വരുമ്പോഴത്തേക്കും അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള തലക്കുള്ള വലിയ വാർത്തകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതല്ല, ജനങ്ങൾക്കിടയിലെ ചർച്ചയും വാർത്തകളും തമ്മിലുള്ള അന്തരം ചില ചാനലുകൾ പ്രത്യേകിച്ചും മനസ്സിലാക്കാനും കൂടെ ഈ വിധി ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വാർത്തകളും ചർച്ചകളും തമ്മിലുള്ള, ജനങ്ങൾക്കിടയിലെ ചർച്ചയും തമ്മിലുള്ള ചില അന്തരം അത് അവർക്ക് മനസ്സിലാക്കാനും കൂടെ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ അഹങ്കരിക്കില്ല, ഇതിൻ്റെ പേരിൽ ഞങ്ങൾ വെറുതെ കയറി വീട്ടിലിരിക്കില്ല. ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ, കൂടുതൽ വിനയത്തോടെ, അതെല്ലാ UDF സഹപ്രവർത്തകരോടുമായി ഒരു സഹപ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും അത്തരം കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾക്കൊപ്പം നിന്ന് താഴെത്തട്ടിൽ ഇറങ്ങി നിന്ന്, കാരണം ഇത് അവർ പണിയെടുത്ത് നേടിയ വിജയം തന്നെയാണ്, ഇതാരും കൊണ്ടുവന്നതല്ല. ഒന്ന്, ഇതിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. രണ്ടാ, ജനങ്ങൾക്കിടയിലേക്ക് UDF-ന്റെ എല്ലാ കാര്യങ്ങളെയും എത്തിച്ച സാധാരണ UDF പ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രംഗത്ത് വന്നിട്ട് സ്ഥാനാർത്ഥി അല്ലെങ്കിലും സ്ഥാനാർത്ഥിയെ ആഗ്രഹിച്ചിട്ട് ചിലപ്പം കിട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ ഇതിനെൻ്റെ പ്രസ്ഥാനവും മുന്നണിയും ജയിച്ചേ തീരുമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ UDF പ്രവർത്തകൻ, വോട്ട് ചേർത്തിയ, ചോദിച്ച, ചെയ്യിപ്പിച്ച, കൊടി കെട്ടിയ, പോസ്റ്റർ ഒട്ടിച്ച, ബാനർ എഴുതിയ, ചുമരെഴുതിയ സാധാരണ UDF പ്രവർത്തകൻ, ആ UDF പ്രവർത്തകന്റെ കഠിനാധ്വാനത്തിനും കൂടിയുള്ള റിസൾട്ടാണ്. അത് ഞങ്ങൾ നിലനിർത്തും. അദ്ദേഹം പറഞ്ഞത് സഖ്യമുണ്ടായിരുന്നു, ആ സഖ്യം നിങ്ങൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചകൾ നടന്നത് പോലും ഗുണപരമായി മാറി എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾക്കറിയാം. ഞങ്ങൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ്. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും വലിയ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ UDF-ഉം വെൽഫെയർ പാർട്ടി നേർക്കുനേർ മത്സരം നടന്ന സീറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സഖ്യത്തിൻ്റെ പരസ്യമായിട്ടുള്ള അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഒരു സഖ്യത്തിൻ്റെ പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ പ്രാദേശികമായിട്ട് CPM എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതിന്റെ കണക്കുകളും കൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ സഖ്യം എന്ന് പറയുന്നത് ഈ സീറ്റ് നിങ്ങൾ മത്സരിച്ച ആ സീറ്റ് അങ്ങനത്തെ ധാരണയിലേക്ക് എത്തിയതായിട്ട് എനിക്കറിവില്ല. ഇനി ഇതിൽ അത്തരം കാര്യങ്ങൾ CPM എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ CPM അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന തരത്തിലുള്ള ഒരിടപെടലും നടത്താൻ എന്ത് പൊന്നാണ്, എന്ത് ചോദ്യം ചോദിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം, പാലക്കാട്ടെ മത്സരമൊന്നും ഇപ്പൊ പാർട്ടി തീരുമാനിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ ഇല്ല. ഞാൻ എന്തായാലും വടകരയിലുണ്ടാവും.
ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതാ കോഴിക്കോടുണ്ടാവും. ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും ഓടും. KPCCയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോഴിക്കോടുണ്ടാവുന്നുള്ളത് പറഞ്ഞു. അല്ല ഇനിയിപ്പോ അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ? ഞങ്ങളെ സ്ഥാനാർത്ഥി നിർണയം